പിന്നെ ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റി നമുക്ക് പോർഷയുടെ കൈൻ അതേപോലെ മെക്കാൻ ഇതിനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാം. EV കമ്പയർ ചെയ്യുമ്പോൾ അത് ഓൺ റോഡ് പ്രൈസ് 1.26 crores വരുന്നുണ്ട് ഇതിന്. അതെ, 1.26 crores വരുന്നത്. അപ്പം ഞാൻ കമ്പയർ ചെയ്ത വണ്ടികൾ 2 crores എബോ ആണ്. അതിന്റെ ബേസ് മോഡലാണ് ഞാൻ പറയുന്നത്. സോ നമുക്ക് ഇതിപ്പം ബെസ്റ്റ് പ്രൈസിൽ കൊടുക്കാം. പക്ഷേ നിങ്ങൾ കേരള വണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടല്ലോ ഇതിന്റെ പ്രൈസും കാര്യങ്ങളും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ശരിക്കും കേരള വണ്ടിക്ക് അന്ന് ഇറങ്ങുമ്പോൾ തന്നെ എത്ര ഉണ്ടാവും ഇവിടെ ഓൺ റോഡ്? ഇപ്പോൾ ഓൾമോസ്റ്റ് 50 എബോ വരുന്നുണ്ട്. നമ്മൾ ആ സമയത്ത് ഓൺ റോഡ് പ്രൈസ് തന്നെ ഏകദേശം ഒരു 45 എബോ വരുന്നുണ്ട്. അതെ. ഇനി അടുത്ത സർവീസ് വരുന്നത് 285,000 കിലോമീറ്ററിലാണ് വരാം. അതായത് 11,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് സർവീസ് വരുന്നത്. ഒരു വർഷം. അതെ, 100% ടയറാണ്. 4 ടയറും പുതിയ ടയറാണ്. നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്തതാണ്, ചേഞ്ച് ചെയ്ത ടയറാണ്. അടുത്തതാ ഡെയിലി യൂസിന് പറ്റിയ ഒരു കോമ്പാക്ട് SUV എന്ന് വിളിക്കാം. അതെ, കോമ്പാക്ട് SUV. അതെ, ഹാച്ച്ബാക്ക് എന്ന് വിളിക്കാം. GLA 200 സ്റ്റൈൽ. അതെ, വളരെ അട്രാക്റ്റീവ് കളറാണ്. GLA തന്നെ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ആയിട്ടുള്ള ഒരു കളർ റെഡ്. അത്രയും ഡിമാൻഡ് ഉള്ള ഒരു കളറാണ്. എല്ലാവർക്കും നമസ്കാരം, ഹാപ്പി ന്യൂ ഇയർ. ഗുഡ് മോർണിംഗ്. നമ്മള് ജുറൈസ് ബായിന്റെ കൂടെയാണ് ഇന്നത്തെ വീഡിയോ. AJ വീൽസ് എക്സ്ചേഞ്ച്. പുറകിൽ കാണുന്നില്ല, നല്ല ഘടാകടിയന്മാർ കുറേ എണ്ണം നിരന്ന് നിൽക്കുന്നുണ്ട്. പ്രീമിയം വണ്ടികൾ, അതിൽ തന്നെ റീ വണ്ടികളും കേരള വണ്ടികളും ഒക്കെ തന്നെ വരുന്നുണ്ട്. 2 ഫോർച്യൂണർ, ക്രിസ്റ്റ, അത് ജാഗ്വാർ I-Pace. ഓക്കെ, ബാക്കി ബെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ പാളയത്താണ് ഇവരുടെ ഓഫീസ് വരുന്നത്. KV കോംപ്ലക്സിൽ ഫസ്റ്റ് ഫ്ലോറിലാണ്. ബട്ട് അത് നമ്മളിപ്പോൾ ചെറിയ അൽഹംദുലില്ലാഹ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ആൻഡ് പിന്നെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട്, നിങ്ങളെ പ്രേക്ഷകരെ സപ്പോർട്ട് കൊണ്ടൊക്കെ നമ്മളിപ്പോൾ ഷിഫ്റ്റ് ചെയ്യാണ്. നമ്മൾ ഓഫീസാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്, ഷോറൂം ആയിട്ടല്ല. കുറച്ചും കൂടെ ഈസി ആക്സസിന് വേണ്ടിയിട്ട് പുഷ്പന്റെ അവിടെ നമ്മൾ അതിന്റെ വർക്കിംഗ് പ്രോഗ്രസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാറുന്ന സമയത്ത് എന്തായാലും നമ്മൾ ഇൻഫോം ചെയ്യും. നമ്മളെ സോഷ്യൽ മീഡിയയിലൂടെയും ഫേസ്ബുക്ക് എല്ലാ പേജിലൂടെ നമ്മൾ ഇൻഫോം ചെയ്യും. ഓക്കെ, എന്തായാലും കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വിളിച്ചാൽ മതി. എവിടെയാണെങ്കിലും അതിൽ പറഞ്ഞുതരും. ഇപ്പൊ നമ്മൾക്കിപ്പോ ഫോർച്യൂണർ ഉണ്ട്, അതേപോലെ തന്നെ മെർസിഡീസിന്റെ, ജാഗ്വാറിന്റെ എല്ലാ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വണ്ടി എടുക്കുന്ന സമയത്ത് 100% ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ വണ്ടി എടുക്കാം. കാരണം നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്യുന്നതാണ്. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്ക് 100% സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്തിട്ട് വേണം വണ്ടി എടുക്കാൻ. അപ്പൊ നമ്മളിപ്പോ 100% നമ്മൾ ഓരോ വണ്ടിന്റെ ഹിസ്റ്ററി നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെ അവര് വന്ന് ഇപ്പൊ നീ വർക്ക്ഷോപ്പിൽ വേണമെങ്കിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നീ ഡയറക്റ്റ് ഷോറൂമിൽ വേണമെങ്കിൽ എങ്ങനെ സർവീസ് കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. ഇനി അവർക്ക് ഇപ്പം ഒരുപാട് ഏജൻസി ഉണ്ടല്ലോ, തേർഡ് പാർട്ടി ഏജൻസി ഉണ്ട്, അവരെ കൊണ്ടുവന്നിടുവാണെങ്കിൽ എന്താക്കാം, ചെക്ക് ചെയ്യാം. കാരണം അത് നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ നിങ്ങൾ അതെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ അങ്ങനെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് വണ്ടി കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവല്ലോ. നമ്മളൊരു ബിസിനസ് മാത്രമല്ലല്ലോ, പരസ്പരം ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി ആണല്ലോ. കാരണം നമ്മളൊരു വണ്ടി കൊടുത്തിട്ട് പിന്നെ അവർ വണ്ടി എടുക്കുമ്പോഴല്ല അവരെ കസ്റ്റമർ ഡാറ്റാബേസ് നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആവുന്നത്. മറ്റൊരു വണ്ടി എടുത്ത് അവർ പിന്നെ നമ്മൾ വിളിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അതിൽ എന്തില്ല, കാര്യമില്ല. അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. പുതിയ വർഷമാണ്, അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വർഷം അടിപൊളിയാവട്ടെ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം അല്ലേ? വീഡിയോ ആദ്യം നമുക്ക് പ്രീമിയത്തിൽ തുടങ്ങാം. മെർസിഡീസ് ബെൻസ് C250 ആണ്. അതെ, കേരള വണ്ടിയാണോ അറിയാമോ? ആസാം രജിസ്ട്രേഷൻ ആണ്. 2017 205 എന്നാണ് പറയാ. C250 മെർസിഡീസ് ബെൻസിന്റെ 205 എന്നാ പറയാ. 2017 ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 75,000 കിലോമീറ്റർ ആണ് ഡ്രിവൺ ആയിട്ടുള്ളത്. 71 ലാസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ്, ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇനി അടുത്ത സർവീസ് വരുന്നത് 285,000 കിലോമീറ്ററിലാണ് വരാം. അതായത് 11,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് സർവീസ് വരുന്നത്. ഒരു വർഷം. അതെ, 100% ടയറാണ്. 4 ടയറും പുതിയ ടയറാണ്. നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്തതാണ്, ചേഞ്ച് ചെയ്ത ടയറാണ്. ഇൻഷുറൻസും പുതിയ ഇൻഷുറൻസ് ആണ്. ജൂലൈ 26 വരെ ഇൻഷുറൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് 1 ഇയർ ഉണ്ട്. ജൂലൈ അല്ല, ഓൾമോസ്റ്റ് 1 ഇയർ ഇൻഷുറൻസ്. ഒന്നും ചെയ്യണ്ട, അങ്ങനെ തന്നെ എന്താക്കാം, ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് റൺ ചെയ്യാം. 11,000 കിലോമീറ്റർ വരെ റൺ ചെയ്യാം. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല മേജർ ആയിട്ടുള്ള. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടിയുള്ളത്. NOC എടുത്തില്ല. നമുക്ക് NOC എടുത്ത് കൊടുക്കാം. നിങ്ങളുടെ ആർട്ടിയോയിലേക്ക് എടുത്ത് കൊടുക്കാം. നമ്മൾ ആസ്കിംഗ് എന്ന് പറഞ്ഞാൽ 21 ആണ്.
1 ലക്ഷമാണ് ആസ്കിംഗ് പ്രൈസ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്, ഫുൾ ഓപ്ഷൻ C250 ആണ്. സോറി C250 ആണ്. ഞാൻ പെട്ടെന്ന് ഈ ക്ലാസ്സിലേക്ക് പോയി. C250 ആണ്. ഒരു ക്ലെയിം ഇല്ലാത്ത വണ്ടി. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. മാറണമെങ്കിൽ എത്ര വണ്ടി വരും? മാറണമെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 4 lakhs ബിലോ, 4 ലക്ഷം താഴെ. 3.5 to 4 lakhs ആണ്. നമ്മള് 24-25 ലക്ഷത്തിന് നമ്മൾ 21 നെഗോഷ്യബിൾ ആണ്. നമ്മൾ നിങ്ങളെ കസ്റ്റമേഴ്സിന് ബെസ്റ്റ് പ്രൈസിലാണ് കൊടുക്കുന്നത്. അതിനെ കൊണ്ടാണ് അൽഹംദുലില്ലാ നമ്മൾ വണ്ടി എന്താവുന്നത് നമ്മൾ വീഡിയോ ചെയ്ത് കുറച്ച് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ സെയിൽ ചെയ്യുന്നത്. അതെ അതെ, നമ്മൾ അത്രയും നല്ല പ്രൈസിൽ കൊടുക്കുന്നത്. കാരണം ഇപ്പം എല്ലാം എന്താന്ന് വെച്ചാല് എല്ലാവർക്കും വിസിബിൾ ആണ്, ഒന്നും ഹൈഡ് ചെയ്തിട്ട് ചെയ്യാൻ കഴിയില്ല അല്ലേ. മാർക്കറ്റിലെല്ലാം ഓപ്പൺ ആണ്. അതെ, പിന്നെ കോമ്പറ്റീഷൻസും ആണ് ഇപ്പോൾ. അപ്പൊ നമുക്ക് നിലനിൽപ്പ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കൊടുത്തു പോയാൽ. അപ്പൊ നമ്മൾ പെട്ടെന്ന് സെയിൽ ചെയ്യാനുള്ള കാരണം അൽഹംദുലില്ലാ അതാണ്. നമ്മൾ നല്ല ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് എന്താക്കും, നിങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കും, തരും. ഓക്കെ, എന്തായാലും അടുത്ത വണ്ടിയിൽ അടുത്തതാ E250 ആണ്. ഈ ക്ലാസ് 2 ഉണ്ട് അല്ലേ? അതെ, 212 ആണ് ചേസിസ് നമ്പർ വരിക. ഓക്കെ, അത് വെച്ചിട്ട് നോക്കുന്ന ആൾക്കാരുണ്ട്. അതെ അതെ അതെ. ഈ ക്ലാസ്സിൽ അതായത് 4th ജനറേഷൻ ആണ് വണ്ടി വരുന്നത്. ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു മോഡലാണ്. പിന്നെ മൂവ് ചെയ്യുന്നതാണ്. നല്ല മൈലേജ് ആണല്ലോ, ഓൾമോസ്റ്റ് 18 മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒരു ബ്ലാക്ക് ചെയ്തിരുന്നല്ലോ, അത് നമ്മൾ ബെസ്റ്റ് പ്രൈസിലാണ് കൊടുത്തത്. നമ്മൾ അജിത്ത് എന്ന് പറഞ്ഞ ഒരു പ്രൊഫസറിനാണ് കൊടുത്തത്, ട്രിവാൻഡ്രത്തുള്ള. സോ പുള്ളി വീഡിയോ കണ്ട് സ്പോട്ടിൽ തന്നെ അഡ്വാൻസ് ചെയ്ത്. പുള്ളി വന്നത് 1 വീക്ക് കഴിഞ്ഞിട്ടാണ്, കാരണം ബിസി കാരണം. അപ്പൊ നമുക്ക് ഒരുപാട് എൻക്വയറി വന്നിരുന്നു. സോ ആ പ്രൈസിൽ നിങ്ങളുടെ അടുത്ത് വേറെ വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ്. സെയിം കിലോമീറ്റർ ആണ്. എത്ര ഓട്ടം? 1,10,000 കിലോമീറ്റർ ആണ്. 2014 ആണ്. അത് 13 ആയിരുന്നു, ഇത് 14 ആണ്. ഇത് റീ ആണ്. അത് നമ്പർ പോണ്ടിച്ചേരിയാണ്, മാഹി രജിസ്ട്രേഷൻ ആണ്. പക്ഷെ ഇത് നമ്മൾ അത് HP രജിസ്ട്രേഷനിലാണ് കൊടുത്തത്. സോ പ്രൈസ് വൈസിൽ ഒരു കമ്പാരിസണിന് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ പറയുന്നത്. അപ്പൊ ഇത് നമ്മളിപ്പോ ആസ്ക് ചെയ്യുന്ന പ്രൈസ് തന്നെ 1350 ആണ്. മാഹി ഒറിജിനൽ മാഹി രജിസ്ട്രേഷൻ ആണ്. ഒറിജിനൽ മാഹി ഉള്ള ആളെ പേരുള്ള രജിസ്ട്രേഷൻ വണ്ടി പോണ്ടിച്ചേരിയാണ്. അപ്പൊ നമുക്ക് മാഹി ഉള്ളവർക്ക് എന്താ കുറച്ചും കൂടെ ഈസിയാണ്, മാറണമെന്നില്ല. ജസ്റ്റ് ഒരു നെയിം ട്രാൻസ്ഫർ ചെയ്താൽ മതി. വീടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നെയിം ട്രാൻസ്ഫർ ചെയ്താൽ മതി. ഇനിയിപ്പോ അതെല്ലാം കേരളത്തിലേക്ക് ചെയ്യണമെങ്കിലും ചെയ്യാൻ പറ്റും. നമ്മൾ NOC എടുത്ത് കൊടുക്കാം. കുറച്ചും കൂടി ഈസി എന്തായിരിക്കും വെച്ചാൽ പോണ്ടിച്ചേരി രജിസ്ട്രേഷനിലെ നിൽക്കുന്നവർക്കായിരിക്കും. പിന്നെ 75% ടയർ ഉണ്ട്. ഇൻഷുറൻസ്, പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുക്കും. ഓട്ടോ എത്ര പറഞ്ഞത്? 1,10,000. 2014 മോഡൽ E250 ആണ്. ഇപ്പൊ ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർഷിപ്പിലാണ്. ഒരു ക്ലെയിം ഇല്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല. അതായത് ചെറിയ ക്ലെയിം ഉണ്ട്. ഫ്രണ്ട് മറ്റേ ബാക്ക് ഗ്ലാസ് റീപ്ലേസ് ആണ്. ഡിക്കി ഗ്ലാസ് കമ്പനിന്ന് റീപ്ലേസ് ഹിസ്റ്ററി എല്ലാം നമ്മൾ കൊടുക്കാം. ഇല്ല, ഒന്നും മാറിയില്ല. 2022 വരെ കമ്പനി ഹിസ്റ്ററി ഉണ്ട്. 83,000 ലാസ്റ്റ് ചെയ്തത്. ഇവരെടുത്തതിന് ശേഷം അവർ കമ്പനി പുറത്തുനിന്നാണ് അവർ സർവീസ് ചെയ്തത്. ഇപ്പോൾ ലാസ്റ്റ് സർവീസ് ഒരു 1000 കിലോമീറ്റർ മുന്നാണ് ചെയ്തത്. ഓയിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ മാറിയിട്ടാണ് അവർ നമ്മൾ തരുന്നത് വണ്ടി. ഇപ്പൊ 13.5 ലക്ഷത്തിന് മാഹി രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ഉണ്ടോ? ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ ഒരു 2 lakhs, ഒരു 2.5 to 3 അതിന്റെ ഉള്ളിലായിട്ട് കാണും. കാരണം നമ്മൾ കറക്റ്റ് എക്സാക്ട് നിങ്ങൾക്ക് അറിയാലോ, RTO കാൽക്കുലേഷൻ വ്യത്യാസം ഉണ്ടാവും. എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. നല്ല മൈലേജ് ഉള്ള ഒരു വണ്ടിയാണ്. അടുത്ത വണ്ടിയിൽ അടുത്ത E250 വൈറ്റ് കളറാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2014 ആണ്. റീ ആണ്. 3rd ഓണർഷിപ്പ് ആണ് വണ്ടി ഉള്ളത്. ഡ്രിവൺ ആയിട്ടുള്ളത് 70,000 കിലോമീറ്റർ ആണ്. 67 കമ്പനിന്ന് ലാസ്റ്റ് സർവീസ് ചെയ്താണ്. അതിന്റെ മുന്നേ പീരിയോഡിക്കൽ എല്ലാം കറക്റ്റ് കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. പ്രോപ്പർ ഹിസ്റ്ററിയുള്ള കമ്പനിന്ന് മാത്രം സർവീസ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. മേജർ ആയിട്ടുള്ള റീപ്ലേസ്മെന്റോ ക്ലെയിമോ ഒന്നുമില്ല. ഫ്രണ്ടിലത്തെ ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. അത് പിന്നെ നോർമലാണ്. ഫ്രണ്ട് ഗ്ലാസ് അതർ സ്റ്റേറ്റിൽ നിന്നുള്ള വണ്ടികൾക്ക് ഉള്ളതാണല്ലോ. ഇൻഷുറൻസ് 2027 വരെ പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുക്കും. വണ്ടി എടുക്കുന്നവർക്ക് പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കും. അപ്പോൾ 27 വരെ ഇൻഷുറൻസ് ഉണ്ടാവും. ഇത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്നും ചിന്തിക്കാനില്ല. അതായത് ടയറും ഏകദേശം 98% ടയർ ഉണ്ട്. കോണ്ടിനെന്റലിന്റെ പുതിയ ടയർ. ഞാൻ ഇതിന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 500,000 കിലോമീറ്റർ എന്തായിട്ടുള്ളൂ ടയർ ഡ്രൈവൺ ആയിട്ടുള്ളൂ വണ്ടി. ഇത് അതിന്റെ റൂഫ് സ്റ്റിക്കർ അങ്ങനെ ഒടിച്ചാണോ? അത് ആ ലൈൻസ് ആണ് നിങ്ങൾ പറയുന്നത്? ഇല്ല, അത് മറ്റേ സ്ക്രാച്ച്, ചെറിയ സ്ക്രാച്ച്, അല്ലാതെ സ്റ്റിക്കറും കാര്യങ്ങളൊന്നും അല്ല. എന്തായാലും മെയിൻ ക്ലാസ് മാത്രം മാറിയിട്ടുള്ളൂ. ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 15,50 ആണ്. 15 രജിസ്ട്രേഷൻ ആയിട്ടില്ലല്ലോ. നമ്പർ ആയ വണ്ടിയാണ്. 18 നമ്പർ ആയ വണ്ടിയാണ്. ഒന്നും ചെയ്യണ്ട, അങ്ങനെ ഓടിച്ചാൽ മതി. ട്രാൻസ്ഫർ ചെയ്താൽ മതി. വടകര രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞു. കോഴിക്കോട് വടകര രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾ ഒന്നും ചെയ്യാനില്ല.
1550. ഇത് നമുക്ക് പാർക്ക് ആൻഡ് സെയിലാണ് വണ്ടി. നമ്മളൊരു നല്ലൊരു കസ്റ്റമറെ വണ്ടിയാണ്. അപ്പൊ പുള്ളി പാർക്ക് ആൻഡ് സെയിലിന് വേണ്ടി തന്നത്. നമ്മൾ പാർക്ക് ആൻഡ് സെയിൽ എടുക്കുന്നുണ്ട്. സോ അങ്ങനത്തെ ഗൾഫിലുള്ള കസ്റ്റമേഴ്സ് ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ലോ. അതെ, നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ മാത്രം നമ്മൾ എടുക്കും. ഇത് ലോണും കയറും എന്തായാലും? അതെ, ലോൺ എല്ലാം കയറും. നമ്മൾ ചെയ്യുന്നില്ല ലോൺ. 13 ലക്ഷം വരെയൊക്കെ ചാൻസ് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ട്രാക്ക് ഉള്ളവർക്കൊക്കെ നിങ്ങൾക്ക് പുറത്തുനിന്നാലും അറേഞ്ച് ചെയ്യാൻ പറ്റും. അടുത്തതാ ഡെയിലി യൂസിന് പറ്റിയ ഒരു കോമ്പാക്ട് SUV എന്ന് വിളിക്കാം. അതെ, കോമ്പാക്ട് SUV. അതെ അതെ, ഹാച്ച്ബാക്ക് എന്ന് വിളിക്കാം. GLA 200 സ്റ്റൈൽ. അതെ, വളരെ അട്രാക്റ്റീവ് കളറാണ്. GLA തന്നെ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ആയിട്ടുള്ള ഒരു കളർ, റെഡ് അത്രയും ഡിമാൻഡ് ഉള്ള ഒരു കളറാണ്. ഓക്കെ, ഇത് 2019-20 ആണ് വരുന്നത്. ഒറിജിനൽ കേരള വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ്, ഒറിജിനൽ കേരള വണ്ടി. KL 58 രജിസ്ട്രേഷൻ ആണ്. തലശ്ശേരി വണ്ടിയാണ്, തലശ്ശേരി രജിസ്ട്രേഷൻ ആണ്. KL 58. 2019 രജിസ്ട്രേഷൻ. 20 രജിസ്ട്രേഷൻ. ഇതിലെ മറ്റേ ബൂട്ടൊക്കെ എങ്ങനെയാ? ബൂട്ട് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇതാണ് വരുന്നത്. ചിലത് മാനുവൽ വരുന്നുണ്ട്, പക്ഷേ ഇത് ഓട്ടോമാറ്റിക്കിലാണ് വരുന്നത്. 52,000 കിലോമീറ്റർ ഡ്രിവൺ ആയിട്ടുള്ളത്. 51,000 സർവീസ് ലാസ്റ്റ് കഴിഞ്ഞത്. ഓൾമോസ്റ്റ് 95% അബൌട്ട് ടയർ അവൈലബിൾ ആണ്. ഒരു ക്ലെയിമില്ല, ഒന്നുമില്ല. ക്ലെയിം എനിക്ക് തോന്നുന്നത് ഒരു ചെറിയ ക്ലെയിം ഉണ്ട്. കമ്പനി തന്നെ ക്ലെയിം ഉള്ളത്. അത് അതിന്റെ മറ്റേ ഡോറിന്റെ ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ ഡോർ പെയിന്റ് ചെയ്തിട്ടുണ്ട്. കമ്പനി റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, ഒരു റീപ്ലേസും ഇല്ല. പെയിന്റിങ് മാത്രമേ ചെയ്തിട്ടുണ്ട്. 95% ടയറും ഉണ്ട്, ഒന്നും ചെയ്യാനില്ല. ഇപ്പൊ സർവീസും കഴിഞ്ഞ് റീസെന്റ് സർവീസ് കഴിഞ്ഞാണ്. ഇൻഷുറൻസ് വാറണ്ടി ഒന്നും ഇല്ലല്ലോ? വാറണ്ടി ഉണ്ടായിരുന്നു, വാറണ്ടി കഴിഞ്ഞ്. വാറണ്ടിയിൽ തന്നെ ഇപ്പൊ നമ്മൾ സസ്പെൻഷന് കാര്യങ്ങളൊക്കെ മാറിയതാണ് കമ്പനി. അതിന്റെ ബില്ല് കാര്യങ്ങളെല്ലാം ഉണ്ട്. 0 to 52 വരെ കമ്പനി സർവീസ് ആണ്. റീസെന്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ 51 ലാസ്റ്റ് സർവീസ് കഴിഞ്ഞത്. ഓക്കെ, മൈലേജ് ഉണ്ടാവും 18-20 മൈലേജ് കൺഫേം ആണ്. എത്ര ചോദിക്കുന്നതിനിപ്പോ? നമ്മൾ 28 lakhs ആണ് ആസ്കിംഗ് പ്രൈസ്. 28 ലക്ഷത്തിന് നിങ്ങൾക്ക് ന്യൂ ഇയർ ഓഫർ ആണ്. ഒറിജിനൽ കേരള GLA 200 കൊണ്ടുപോകാൻ സ്റ്റൈലാണ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ താല്പര്യം എന്തായാലും വിളിച്ചോളൂ. ഫുൾ കമ്പനി സർവീസ്, എല്ലാ പണിയും കഴിച്ചു വെച്ചേക്കുന്ന വണ്ടിയാണ്. ഓക്കെ, ലോണും ഒരു 26 ലക്ഷം. ട്രാക്കുള്ളവർക്ക് ഫുൾ ആയിട്ട് ലോൺ കിട്ടും. പക്ഷേ ട്രാക്കുള്ളവർക്കൊക്കെ കാരണം പുതിയ വണ്ടിയാണല്ലോ, 2019 ആണല്ലോ വണ്ടി. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ആ കൂട്ടത്തിലെ ഒരു കൊമ്പനാണ്. അതെ, ജാഗ്വർ I-Pace. ജാഗ്വർ I-Pace. ഓക്കെ, ശരിക്കും F-Pace ആയിട്ട് എന്താ വ്യത്യാസം? F-Pace ആയിട്ട് എന്ന് പറഞ്ഞാൽ F-Pace പെട്രോൾ ആണ് വരുന്നത്. ഇത് EV ആണ് വരുന്നത്. കംപ്ലീറ്റ് EV ആണ് വരുന്നത്. 2021 EV ലോഞ്ച് ചെയ്ത സമയത്ത് വന്ന വണ്ടിയാണ്. ഇപ്പൊ ഡിസ്കണക്ട് ആണ് വണ്ടി. കേരള വണ്ടിയാണ്, ഒറിജിനൽ കേരള വണ്ടി. KL 11 കോഴിക്കോട് രജിസ്ട്രേഷനിൽ 2021-22 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 22 രജിസ്ട്രേഷൻ. വെറും 21,000 കിലോമീറ്റർ വണ്ടി ഡ്രിവൺ. വാറണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയാ വരും? വാറണ്ടി എല്ലാം ഉണ്ട്, കമ്പനി വാറണ്ടി ഉണ്ട്. അല്ല, ബാറ്ററി ഇതിന്റെ ഒക്കെ വാറണ്ടി എങ്ങനെയാ വരും? ബാറ്ററിന്റെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 8 വർഷം കൊടുക്കുന്നത്. 15 years അങ്ങനെ എന്തോ ആണ് വാറണ്ടി. ഇനിയിപ്പോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കസ്റ്റമേഴ്സിനെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എക്സാക്ട്ലി പറഞ്ഞു കൊടുക്കാം. കറക്റ്റ് പറഞ്ഞു കൊടുക്കാം. 21,000 മാത്രം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 17,000 ലാസ്റ്റ് സർവീസ് കഴിഞ്ഞത്. ഫെബ്രുവരി വരെ ഇൻഷുറൻസ് ഉണ്ട്. 2026 ഫെബ്രുവരി. റേഞ്ച് എങ്ങനെ ഇതിന്റെ? 470 റേഞ്ച് കിട്ടും. പ്രാക്ടിക്കലി കിട്ടുന്നുണ്ടോ അതോ? പ്രാക്ടിക്കലി 450 430 ഒക്കെ 430 വരെ കിട്ടും പ്രാക്ടിക്കലി. ഫുൾ ചാർജിൽ 430 കിലോമീറ്റർ നിങ്ങൾക്ക് റേഞ്ച് കിട്ടുന്ന വാഹനമാണ്. 40 മിനിറ്റ്സ് മതി ഫുൾ ചാർജ് ചെയ്യാൻ. വീട്ടിൽ നിന്നൊക്കെ ചെയ്യണേ നോർമൽ ഇത് വരാം. ഇതിന്റെ വേറൊരു പ്രത്യേകത വെച്ചാല് ഞാൻ വലിയൊരു ഫാൻ അല്ല. To be open, EVന്റെ വലിയൊരു ഫാൻ അല്ലായിരുന്നു. അല്ല, കാരണം നമ്മള് 90s കിഡ്സ് ആണ്, അങ്ങനെ പറയാം. സോ ഞാനിത് വണ്ടി എടുത്തിട്ട് ഞാനൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കി. സോ ട്രസ്റ്റ് മീ, ഇതിന്റെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആ. 626 ടോർക്കാണ് വരുന്നത്. 400 bhp ആണ് ഇതിന്റെ എന്ത് വരുന്നത്, എഞ്ചിൻ പവർ കപ്പാസിറ്റി വരുന്നത്. 0 to 60 എന്ന് പറയുമ്പോൾ വെറും 4 സെക്കൻഡ്സിന്റെ ഉള്ളിലാണ് ഇത് എന്താവുന്നത് വണ്ടി, ഇതിന്റെ പവർ വരുന്നത്. ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, കാരണം ഇത്രയും കാലം ഞാൻ അങ്ങനെ ഉണ്ടല്ലോ, നമ്മളിത് ഓടായിരുന്നു എന്നുള്ളൊരു EV. പിന്നെ ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റി നമുക്ക് പോർഷയുടെ കൈൻ, അതേപോലെ മെക്കാൻ, ഇതിനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാം. EV കമ്പയർ ചെയ്യുമ്പോൾ അത് ഓൺ റോഡ് പ്രൈസ് 1.26 crores വരുന്നുണ്ട് ഇതിന്. അതെ, 1.26 crores വരുന്നത്. പക്ഷേ ഞാൻ കമ്പയർ ചെയ്ത വണ്ടികൾ 2 crores എബോവ് ആണ്. അതിന്റെ ബേസ് മോഡലാണ് ഞാൻ പറയുന്നത്. സോ നമുക്ക് ഇതിപ്പം ബെസ്റ്റ് പ്രൈസിൽ കൊടുക്കാം. നമ്മൾ ഏകദേശം ഒരു 50 lakhs ഡിസ്കൗണ്ടിൽ തന്നെ നമുക്ക് കൊടുക്കാം. നമ്മൾ ആസ്ക് ചെയ്യുന്നത് തന്നെ 75 lakhs ആണ്.
ഓക്കെ. ഇതിന്റെ പ്രൈസ് 75 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 1.26 ഓൺ റോഡ് വരുന്ന വണ്ടിയാണ്. ഓൺ റോഡ് വരുന്ന വണ്ടി 75 ലക്ഷത്തിലേക്ക് എത്തി. വെറും 21,000 കിലോമീറ്റർ, 17,000 ഇപ്പോൾ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വണ്ടി. ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ. ഇപ്പൊ ഇത് ഞാൻ കമ്പാരിസൺ പറയാൻ കാരണം എന്താ വെച്ചാൽ മെക്കാനിക് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. മെക്കാനിക് ഹൈൻ പോർഷെ ഇതൊക്കെ നോക്കുന്നവർക്ക് EV സെഗ്മെന്റിൽ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ. അതെ, അതുകൊണ്ടാണ് അതിന്റെ പവർ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതെ. അപ്പോ മാക്സിമം ലോണും കയറാൻ എന്തായാലും ചാൻസ് ഉണ്ട്. അതെ. അടുത്ത വണ്ടി അങ്ങനെ നിങ്ങൾ വെയിറ്റ് ചെയ്ത സെഗ്മെന്റിലേക്ക് എത്തി. ടൊയോട്ട സെഗ്മെന്റ് ആണ് ഇന്നോവ ക്രിസ്റ്റ. എങ്ങനെ ഡീറ്റെയിൽ ഇത് 2.4 ആണ്. 2.4 GX ആണ്. 2020 വെഹിക്കിൾ ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് എൻക്വയറി വന്നിട്ട് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു വണ്ടിയാണ്. മാനുവൽ അതെ, അല്ല ഓട്ടോമാറ്റിക്. 2.4 2020 ശേഷം മാറിയല്ലോ. അതെ, അതായത് മറ്റേ നമ്മളെ ഇഞ്ചിൻ ബ്ലൂ മറ്റേ ഇത് വരുന്നതാണ്. ഹാർഡ് ബ്ലൂ വരുന്ന സോറി ആഡ് ബ്ലൂ വരുന്ന ഇതാണ് വരുന്നത്. കിലോമീറ്റർ ഡ്രിവൺ ആയിട്ടുള്ള 62,000 ആണ് ഡ്രിവൺ ആയിട്ടുള്ളത്. നാളത്തേക്ക് നമ്മൾ സർവീസ് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, ബുക്ക് ചെയ്തിട്ടുണ്ട്. അതെ, ടൊയോട്ടയിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് സർവീസ് ആണ്. ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. വേറെ മേജർ അതെ, ഡൽഹി രജിസ്ട്രേഷനിലാണ് വണ്ടി ഉള്ളത്. NOC എടുത്തിട്ടില്ല. NOC നമ്മൾ ആരാണ് കസ്റ്റമർ ഉള്ളത് അവർക്ക് എടുത്തു കൊടുക്കും. അതെ, ഗ്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ, എല്ലാം ഓക്കെ. അതെ, വണ്ടി എല്ലാം പക്ക കണ്ടീഷൻ. സർവീസും ചെയ്യും. ഇനി അടുത്ത 10,000 കിലോമീറ്റർ ചെയ്താൽ മതി. അപ്പൊ ഒന്നും ചെയ്യാനില്ല. ജൂലൈ വരെ, എനിക്ക് തോന്നുന്നു ഒക്ടോബർ വരെ ഇൻഷുറൻസും ഉണ്ട്. 2026 വരെ ഇൻഷുറൻസ്. അതെ, ഓൾമോസ്റ്റ് ഒരു 85% ടയറും കറന്റ്ലി അവൈലബിൾ ആണ്. ഇനി ഒരു 10 മാസത്തേക്ക് ഒന്നും നോക്കണ്ട, അങ്ങനെ എടുത്ത് ഓടിച്ചാൽ മതി. എത്ര ചോദിക്കുന്നത്? നമ്മൾ ആസ്ക് ചെയ്യുന്നത് 1750 ആണ്. ഓക്കെ. 2020 മോഡൽ 2020 മോഡൽ ഓട്ടോമാറ്റിക് G4 ആണ്. അപ്പോൾ 17,50,000 രൂപ. ഇങ്ങോട്ടേക്ക് മാറണേ ഒരു 2 ലക്ഷം കണ്ടു. അതെ, 2 ലക്ഷം. ഇപ്പം 2 ലക്ഷത്തിന്റെ ബിലോ മതിയാവും. അതെ, കാരണം നമ്മളിപ്പം ഒരു 2 വർഷം മുന്നേ ചെയ്ത് 2.15 2.12 വന്നത്. അപ്പോൾ 2 ഇയേഴ്സിന്റെ മാറ്റം ഉണ്ടാവല്ലോ. അപ്പൊ 2 ലക്ഷം റുപ്യന്റെ താഴെ മതി. പിന്നെ ഇതിന്റെ മറ്റേ ഒരു ഇതെന്താന്ന് വെച്ചാൽ നമ്മളിപ്പം ഇതിന്റെ ഗ്രില്ല് ഇതൊക്കെ നമ്മള് ചെയ്തതാണ്, കുറച്ച് മാറ്റങ്ങൾ വരുത്തിയതാണ്. അതെ, കുറച്ചും കൂടെ കസ്റ്റമേഴ്സിന് കുറച്ചും കൂടി ഈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. കാരണം നമ്മൾ മുന്നേ കൊടുത്തപ്പോൾ ഒരുപാട് നമ്മളൊരു സെറ്റ് കൊടുത്തിരുന്നല്ലോ. അപ്പം ഒരുപാട് ആളുകൾ ലൈക്കായി അങ്ങനെ കൊടുത്തത്. അതെ, മാറ്റം വരുത്തി. പിന്നെ ഈ സെറ്റും ഇതും ചെറിയ വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ. ഇതിന് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അങ്ങനെ 1-2 കാര്യങ്ങളെ ഇല്ലാത്തതേ ഉള്ളൂ. ഓട്ടോ ക്ലൈമറ്റ് AC ഉണ്ടാവില്ല. അതെ, ഉണ്ടാവില്ല. അതെ, അങ്ങനത്തെ ചെറിയ കാര്യങ്ങളെ മാറ്റം വരുന്നതേ ഉള്ളൂ. GX ആണ്, G അല്ല. ക്രൂസ് കൺട്രോൾ ഒക്കെ വരുന്നതാണ്. സ്റ്റിയറിംഗ് ബട്ടൺ കാര്യങ്ങളെല്ലാം വരുന്നത്. 2020 വണ്ടി. അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. അടുത്ത വണ്ടി. അടുത്തത് ഒരു വൈറ്റ് ഫോർച്യൂണർ. നിങ്ങൾ പോണ്ട, ബാക്കിൽ തന്നെ ഒരു കിട്ടലും ബ്ലാക്കും വരാണ്ട്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 ആണ്. 2 വീൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓക്കെ. സെയിം ഷേപ്പ് തന്നെ, ഒന്നും മാറ്റിയില്ല. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 88,000 കിലോമീറ്റർ ആണ് ഡ്രിവൺ ആയിട്ടുള്ളത്. 85 ലാസ്റ്റ് സർവീസ് ചെയ്തത്. ഓതറൈസ്ഡ് കമ്പനി സർവീസ്, കംപ്ലീറ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് ഇത്. ഇതിന്റെ ബോണറ്റും ഫ്രണ്ട് ഗ്ലാസും റീപ്ലേസ് ആണ്. അത് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമല്ല. കസ്റ്റമർ എനിക്ക് ഫോട്ടോ അടക്കം തന്നതാണ്. മരം വീണതാണ്. സോ ഫ്രണ്ട് ഗ്ലാസും ബോണറ്റ് മാത്രം റീപ്ലേസ്. ഹെവി വീഴ്ചയല്ല. അതിന്റെ ഫോട്ടോസ് കാര്യങ്ങൾ നമുക്ക് എന്താക്കി കൊടുക്കാം, നമുക്ക് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കാം. കാരണം നമ്മൾ അങ്ങനെയുള്ള വണ്ടികൾ എടുക്കൂല. നമ്മൾ അതിന്റെ ബാക്ക് കംപ്ലീറ്റ് ചെക്ക് ചെയ്ത്. അതെ, മനസ്സിലായി. പൂർണ്ണമായിട്ട് വീണതല്ലേ? അല്ലല്ല, നമ്മൾ ഈ ഗ്ലാസിന്റെ മുകളിലും ബോണറ്റിന്റെ മുകളിലും ചെറുങ്ങനെ വീണത്. അത് അവരെ ഒരു GLE ആണോ GLS ആണോ എന്നറിയില്ല. അതിന്റെ മുകളിലേക്ക് വീണിട്ട് ഇതിലേക്ക് വന്നതാണ്. ബാക്ക് ഗ്ലാസും കംപ്ലീറ്റ് പോയിട്ടാണ്. അതിന്റെ ഫോട്ടോയിൽ തന്നെ കാണുന്നില്ല. അപ്പൊ ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഡൽഹി രജിസ്ട്രേഷൻ വെഹിക്കിൾ ആണ്. നമുക്ക് എങ്ങോട്ടാണോ NOC എടുത്ത് കൊടുക്കേണ്ടത് നമുക്ക് NOC എടുത്ത് കൊടുക്കാം. ഇനി 7,000 കിലോമീറ്റർ സർവീസ് ചെയ്ത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 2250 ആണ്. ഓക്കെ. 22,50,000 രൂപയ്ക്ക് 17 2 വീൽ ഓട്ടോമാറ്റിക് ഡൽഹി വണ്ടി. ഇങ്ങോട്ടേക്ക് മാറുന്ന ഒരു 3 ലക്ഷം കാട്ടി വരും. അതെ, ഒരു 3-3.25 അതിന്റെ ഉള്ളിലായിട്ട് വരും. ഓക്കെ. അടുത്ത വണ്ടി. ഇനി ഇത് അത്യാവശ്യം മോഡിഫൈ ചെയ്ത ഒരു ഫോർച്യൂണർ അല്ലേ? അതിന്റെ എക്സ്ട്രാ ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് മാത്രം കൊടുത്തിട്ടുള്ളൂ. 2021 ആണ്. 2021 സെക്കൻഡ് ഓണർഷിപ്പ്. 86,000 കിലോമീറ്റർ കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. പ്രോപ്പർ ഹിസ്റ്ററി. 86,000. ഇപ്പൊ സർവീസ് ഇതേപോലെ ഞാൻ ക്രിസ്റ്റ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സർവീസ് ചെയ്തിട്ടാണ് കൊടുക്കാം. ക്ലെയിം ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. പിന്നെ ഒരു സൈഡ് ഡോർ മാറിയിട്ടുണ്ട്. ഗ്ലാസ് മാറിയിട്ടില്ല, ഡോർ റീപ്ലേസ് ആണ്. ഡോർ മാത്രം മാറിയിട്ടുണ്ട്. എന്താ കുത്തി പറഞ്ഞായിരിക്കും. അതെ, സൈഡ് ഗ്ലാസ് കാരണം കംപ്ലീറ്റ് സെയിം ആണ് വരുന്നത്.
പുതിയ ഇൻഷുറൻസ് ആണ്. നമ്മൾ 2020 ജാനുവരി ഇൻഷുറൻസ് എടുത്തു കൊടുക്കും. ഇപ്പൊ ഇൻഷുറൻസ് അതെ ഓട്ടോമാറ്റിക് 2 വീലാണ്. 2 വീൽ ഓട്ടോമാറ്റിക് സിഗ്മ 2021 മോഡൽ പ്രോപ്പർ സർവീസ് പോയിട്ട് പ്രോപ്പർ UP രജിസ്ട്രേഷൻ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ, ഇങ്ങോട്ടേക്ക് മാറുന്ന എത്ര വേണ്ടി വരും? ഇത് ഓൾമോസ്റ്റ് ഒരു 4.5 to 5 lakhs ബിലോ ആയിട്ട് വരും. 5 ലക്ഷത്തിന്റെ താഴെയായിട്ട് വരും. 4.5 ലക്ഷത്തിന്റെ കേരള വണ്ടിയായിട്ട് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. നമ്മൾ 28 lakhs ആണ് ആസ്ക് ചെയ്യുന്ന പ്രൈസ്. നമ്മൾ ബെസ്റ്റ് പ്രൈസിൽ കൊടുക്കാം. 28 ലക്ഷം ഇങ്ങോട്ട് മാറാൻ കൂടിയാൽ ഒരു 33 ലക്ഷം മാക്സിമം ഉള്ളിലായിട്ടേ വരുള്ളൂ. അതെ, പക്ഷെ നിങ്ങൾ കേരള വണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടല്ലോ ഇതിന്റെ പ്രൈസും കാര്യങ്ങളും എങ്ങനെയാ വരുന്നത്. ശരിക്കും കേരള വണ്ടിക്ക് അന്ന് ഇറങ്ങുമ്പോൾ തന്നെ എത്ര ഉണ്ടാവും ഇവിടെ ഓൺ റോഡ്? ഇപ്പൊ ഓൾമോസ്റ്റ് 50 above വരുന്നുണ്ട്. നമ്മൾ ആ സമയത്ത് ഓൺ റോഡ് പ്രൈസ് തന്നെ ഏകദേശം ഒരു 45 above വരുന്നുണ്ട്. അന്നത്തെ വില ഉണ്ടാവും. അതെ അതെ. ഇപ്പൊ ഇങ്ങനത്തെ ഒരു വണ്ടി കേരള വണ്ടി വാങ്ങണമെങ്കിൽ പുതിയ വാങ്ങുന്നല്ല, യൂസിൽ ഏകദേശം എത്ര ഉണ്ടാവും? ഓൾമോസ്റ്റ് 38+ എന്തായാലും വരുന്നുണ്ട്. പിന്നെ ഇത് 2019 ശേഷം വെന്റിലേഷൻ സീറ്റ്, അതേപോലെ തന്നെ മറ്റേ ഒരുപാട് ഫീച്ചേഴ്സ് മാറിയിട്ടുണ്ട്. 2 സീറ്റും ഇലക്ട്രോണിക് ഇതിലാണ് വരുന്നത്. മെയിൻ ആയിട്ട് ഫോർച്യൂണർ ഒരു പ്രശ്നം അതായിരുന്നു. പൈസ കൊടുത്തൊരു വണ്ടി വാങ്ങുമ്പോൾ ഇതിന്റെ വിലക്ക് വേറെ വണ്ടികൾ ഒരുപാട് ഇത്രയും പൈസ കൊടുത്തിട്ട് ഈ സാധനം വാങ്ങുമ്പോൾ ഇതിനകത്ത് ഫീച്ചേഴ്സിന്റെ ഒരു പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ അത് കുറച്ച് കുറവുണ്ട്. ഇതില് കുറച്ചും കൂടെ ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. AJ Wheels എക്സ്ചേഞ്ചിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതാ വീഡിയോ റൈറ്റ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഇത് മാത്രമല്ലല്ലോ, വേറെ വണ്ടികളുണ്ടോ? ചെറുവണ്ടികളെല്ലാം ഡീൽ ചെയ്യില്ലേ? ഓഫ് കോഴ്സ്. നമ്മൾ ഇപ്പം ഇതിൻ്റെ വീഡിയോയിൽ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ കസ്റ്റമേഴ്സിന് നിങ്ങൾക്ക് എന്ത് റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് നാനോ മുതൽ നിങ്ങൾക്ക് റോൾസ് റോയ്സ് വരെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും? നമ്മൾ എടുത്തു കൊടുക്കും. നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് എന്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്? എടുത്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വേറെ ഒരു പ്ലാനിങ്ങും ഉണ്ട്. നമ്മൾ ഇൻഷാ അല്ലാഹ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് നമ്മൾ കോയമ്പത്തൂർ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. സോ അത് ഓഫീസായിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യാന്നുള്ള ഒരു പ്ലാനിങ് ആണ്. പിന്നെ ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ ഡൽഹിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഓഫീസ് സെറ്റപ്പിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ നമുക്കിപ്പം മ്യൂച്വൽ വെഞ്ചർ ആയിട്ട് ആരെങ്കിലും പ്ലാൻ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മ്യൂച്വൽ ബെനിഫിറ്റിൽ നമുക്ക് എന്താക്കാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റും. ബിസിനസ് രീതിയിലേക്ക് നമുക്ക് എന്താക്കാൻ പറ്റും? ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ, കാരണം അത് നിങ്ങൾ നമ്മളെല്ലാം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം അഗ്രിമെന്റ് വൈസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഓതറൈസ്ഡ് ലെവലിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. കാരണം എനിക്ക് ജീവിതം ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ പറയാം ന്യൂ ഇയർ ആണ്. സോ നമുക്ക് എൻ്റെ ഒരു 30 years പ്ലാൻ ഉണ്ട് ഈ ഒരു ബിസിനസ്സിൽ. എനിക്കൊരു 30 years പ്ലാൻ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് ഓൾറെഡി. സോ അങ്ങനെ വെച്ചിട്ട് ബിസിനസ് ചെയ്യാണ്. സോ അത് ഒരു കോട്ടം വരെ ഞാൻ എന്താക്കൂല, സമ്മതിക്കില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. കോൺടാക്ട് നമ്പർ വീഡിയോ തന്നെ ഉണ്ട്, അതിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിലും മാക്സിമം ഷെയർ സപ്പോർട്ട് ചെയ്യുക. പേജ് ഫോളോ ചെയ്തൊന്ന് കൂടെ കൊടുക്കുക. എല്ലാവർക്കും നന്ദി. താങ്ക് യു.